അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത മുസ്ലിയാക്കന്മാർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാം. അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്, പുണ്യമുള്ളതാണ് എന്ന് തന്നെ വാദിച്ചിരുന്നു. അതുപോലെ തന്നെ അതിനവർ പല കാരണങ്ങളും പറഞ്ഞിരുന്നു. അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമ്മളെ സഹായിക്കും. മുഅ്ജിസത്ത്, കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കൊടുത്ത കഴിവാണ് എന്നും അത് അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും അവർ അറിയുമെന്നും കാണുമെന്നും കേൾക്കുമെന്നും ഒന്നുമൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അവർ അതിനുവേണ്ടി ഖുദ്സിയായ ഒരു ഹദീസിനെ തന്നെ ദുർവ്യാഖ്യാനിക്കുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. CN സ്മരണിക, ജീലാൻ, അതുപോലെ തന്നെ പല മുസ്ലിയാക്കന്മാരും പറയുന്നത് ഒക്കെ നമ്മൾ കാണിച്ചതാണ്. എന്താണ് അവർ പറയുന്നത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകും എന്നൊരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞ് CN സ്മരണികയിൽ പറയുന്ന ഒരു ഭാഗം, അതിൽ പറയുന്നത് എന്താണ്? അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയും എന്ന് തന്നെയാണ് പറയുന്നത്. ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും എന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പേരോൾ അബ്ദുറഹ്മാൻ സക്കാഫിയെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും പറയുന്നത് ഞങ്ങൾ വെറുതെ ഫിത്ന ഉണ്ടാക്കുന്നതാണ്, അതുപോലെ കുരുവട്ടൂരികൾ വെറുതെ ഫിത്ന ഉണ്ടാക്കുന്നതാണ്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ല വാദം എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുമ്പോൾ അത് അനിസ്ലാമികപരമായ വാദമാണ് എന്നും അതുപോലെ തന്നെ അത് പൈശാചികമാണ് എന്നും ഒക്കെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നൈമി എഴുതി വെച്ച് നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുസ്ലിയാര് അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുഖാമുഖത്തിൽ കുറച്ച് നാള് മുമ്പ് ഒരു മുസ്ലിയാര് പറഞ്ഞതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഒരു സൈബർ പോരാളി എന്നൊക്കെ വിളിക്കുന്ന നിഷാദ് കളമശ്ശേരി എന്നാണ് തോന്നുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് ഫൈസൽ മൗലവി നടത്തിയ ഒരു ഓൺലൈൻ മുഖാമുഖത്തിൽ അദ്ദേഹം ചോദ്യം ചോദിക്കുന്ന തുടക്കത്തിൽ പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കാണാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്റെ പേര് നിഷാദ്, സ്ഥലം കളമശ്ശേരി. ഞാൻ ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാദം അത് അനിസ്ലാമികമാണ്, അത് പൈശാചികമായിട്ടുള്ള ഒരു ആശയമാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. കേട്ടില്ലേ? അദ്ദേഹം പറഞ്ഞതാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് അനിസ്ലാമികമാണ് എന്നും പൈശാചികമാണ് എന്നുമാണ്. ഈ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് പൈശാചികമാകണമെങ്കിൽ അതിനർത്ഥം എന്താണ്? പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുമാകാമെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? എന്റെ രോഗം മാറ്റിത്തരണേ, എന്റെ പ്രയാസം നീക്കിത്തരണേ, എന്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരണേ എന്ന് തുടങ്ങി ഹിദായത്ത് കിട്ടണേ എന്ന് തുടങ്ങി പലതിനും നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്നതൊക്കെ ആരോടാണ്? അള്ളാഹുവിനോടാണ്. ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുമാകാം. മനസ്സിലായല്ലോ? അങ്ങനെ തന്നെയാണ് സമസ്തയുടെ ആളുകൾ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, CN സ്മരണികയിൽ പറയുന്നത് എന്താണ്? അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു അറിയുന്നത് പോലെ അറിയുകയും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുകയും ചെയ്യുമെന്നാണ്. ആ അർത്ഥത്തിൽ ഇദ്ദേഹം ഇവിടെ പറയുന്ന വാദപ്രകാരം സമസ്തക്കാർക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് വാദം. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന മുജാഹിദുകൾ പറയുന്ന വാദം അത് അനിസ്ലാമികമാണ്. എന്നാലോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ പുണ്യകരമാണ് എന്ന് തന്നെയാണ് സമസ്തക്കാരുടെ വാദം. സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സമസ്തക്കാർ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനെ പോലെ അവർ സ്വയം പര്യാപ്തനല്ല, ഇല്ലെങ്കിൽ സ്വന്തമായി അവർക്ക് കഴിവില്ല എന്ന വിശ്വാസമാണ്. എന്നാൽ കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമ്മളെ സഹായിക്കും. മനസ്സിലായല്ലോ? കൊടുത്ത കഴിവുകൊണ്ട് അവർ നമ്മെ സഹായിക്കും എന്നാണ് സമസ്തക്കാർ പറയാറുള്ളത്. അതായത് എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അവർക്ക് രോഗം മാറ്റി കൊടുക്കുന്നു. അത് ആരുടെയും കഴിവല്ല, അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ്. എന്നാൽ മഹാന്മാരോട് എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറയുമ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യാറുള്ളത്, അവർ നമുക്ക് രോഗം മാറ്റിത്തരും. അതെങ്ങനെയാണ്? അള്ളാഹുമ്മ യശ്ഫി എന്നല്ല പറയാറുള്ളത്, അവർ നമുക്ക് രോഗം മാറ്റിത്തരും. അതെങ്ങനെയാണ്? അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമുക്ക് രോഗം മാറ്റിത്തരും. അങ്ങനെ രോഗം മാറ്റാൻ, ഹിദായത്തിലാക്കാൻ, പാപം പൊറുക്കാൻ,
എങ്ങനെ തുടങ്ങി എന്തൊക്കെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ തേടുന്നുണ്ടോ, അതായത് സൃഷ്ടി കഴിവിന് അതീതമായി നമ്മൾ എന്തൊക്കെ സഹായം തേടുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സാധിപ്പിച്ചു തരാൻ വേണ്ടി, നേടിത്തരാൻ വേണ്ടി അവരെ കൊണ്ട് സാധിക്കും. അതിനുള്ള കഴിവ് അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്, അവർ അത് നേടിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പറയുന്നത്. പല ആളുകൾ പലതും പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്ര ക്ലിയർ ആയി ഞാൻ പറയുന്നത്. ഇതിലും സിമ്പിളായി ഇനി പറയാൻ വേണ്ടി പറ്റില്ല, അത്രയും കൃത്യമായിട്ടാണ് പറയുന്നത്. അതിന്റെ തെളിവുകളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കിവിടെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാര് അതുമായി ബന്ധപ്പെട്ട് പറയുന്നതെന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട ശൈഖുനാക്കുള്ള അധികാരം ചില്ലറല്ല. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ, അങ്ങനെ ഷെയ്ഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഷെയ്ഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ഷെയ്ഖുന വാക്ക് പറയാനേ ഇല്ല. ഷെയ്ഖുന പറയാറ് ഞാൻ മാറ്റിയിരിക്കും, അള്ളാഹുവെ ഈ രോഗം മാറ്റി കൊടുക്കണേ. ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ എന്ന രൂപത്തിൽ. ഇപ്പൊ ഒരാൾ നമ്മളോട് പറയാണ് എനിക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു രോഗിയുടെ അടുത്തേക്ക് പോയി കഴിയുമ്പോൾ അവരുടെ തലയിൽ കൈവച്ചോ, അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്നവരുടെ തലയിൽ കൈവച്ചോ, അല്ലാതെയോ നമ്മൾ അല്ലാഹുമ്മ റബ്ബന്നാസ് അസ്ഹബിൽ ബഅസ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് പറയുന്നത് എന്താണ്? അള്ളാഹുവെ നീയാണ് രോഗം ശിഫ നൽകുന്നവൻ, നിന്നെ കൊണ്ടല്ലാതെ ശിഫ നൽകാൻ കഴിയില്ല, നീ ഇവർക്ക് ശിഫ നൽകണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥിക്കുന്നത് ഒരു മഹാന്മാർ ഇപ്പൊ സി എം മടവൂർ അങ്ങനെ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറാണുള്ളത്. എന്നാൽ പിന്നീട് അങ്ങനെയല്ല അവർ ചെയ്തത് എന്നാണ് പകര ബാപ്പൂട്ടി മുസ്ലിയാർ തുടർന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. അദ്ദേഹം ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, ഞാനത് മാറ്റിയിരിക്കും, ആ രോഗം വേണ്ട. വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മാറി. വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറി എന്നാണ് പറയുന്നത്. അള്ളാഹുവെ അത് മാറ്റി കൊടുക്കണേ, അള്ളാഹു അവർക്ക് ശിഫ നൽകണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറില്ല. അവർ അങ്ങനെ തന്നെ ചെയ്യും. കൃത്യമാണ്. ഞാൻ അതുകൊണ്ടാണ് നിർത്തി പറയുന്നത്. മനസ്സിലായല്ലോ? അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്, അവർ അത് നേടിയെടുത്തിട്ടുണ്ട്. UK മജീദ് മുസ്ലിയാർ പറഞ്ഞതല്ലോ, അള്ളാഹു കാണുന്നത് പോലെ എന്താണ്, എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോ പറഞ്ഞൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ ഒരു കഴിവ് നേടിയെടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞ രൂപത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സമസ്തയുടെ AP സമസ്തയുടെ പണ്ഡിതന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് മഹാന്മാർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് അവർക്ക് അങ്ങനെ കഴിവ് നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കുമെന്നൊന്നല്ലോ, അപ്പോൾ കൊടുക്കുമെന്നൊന്നുമല്ലല്ലോ. അവർ അങ്ങനെ നേടിയെടുത്തിട്ടുണ്ട്, അവർക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവിൽ നിന്ന് മുഅ്ജിസത്ത് കറാമത്തി എന്ന് പറഞ്ഞാൽ കൊടുത്ത കഴിവാണ്. മനസ്സിലായല്ലോ? ആ കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമ്മെ സഹായിക്കും, ആ കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മെ കേൾക്കും, ആ കൊടുത്ത കഴിവ് കൊണ്ട് നമ്മളിൽ ഇടപെടും. മനസ്സിലായല്ലോ? ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ടീമും പറയുന്നത് അങ്ങനെയല്ല, അങ്ങനെ ഒരു കഴിവും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗമയാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? കേട്ടില്ലേ? രോഗം വന്നു കഴിഞ്ഞാൽ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചു തന്നില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന അത് കൃത്യമായി തന്നെയുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ പറഞ്ഞത് കൃത്യമാണ്, ശരിയാണ്. രോഗം വന്നാൽ അത് ശമിപ്പിക്കുന്നവൻ, ശിഫ നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ ആ ഒരു കഴിവ് മഹാന്മാർക്ക് നൽകിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത്ര കാലം സമസ്തക്കാർ പറഞ്ഞത്. ഇപ്പോഴും സമസ്തക്കാർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ അങ്ങനെയല്ല പറയുന്നത്. അവർ ആ വാദമൊക്കെ മാറ്റിയിരിക്കുന്നു. കൃത്യമാണ്. വെറുതെ ഞാൻ എന്തെങ്കിലും പറയുന്നതല്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടർന്ന് പറയുന്ന കൂടി നമുക്കൊന്ന് കേൾക്കാം. നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. കേട്ടില്ലേ? അള്ളാഹുവെ രോഗം ശിഫ നൽകുന്നവൻ നീ മാത്രമാണ്, നീയല്ലാതെ രോഗം ശിഫ നൽകുകയില്ല. എന്നാൽ മുസ്ലിയാർ നേരത്തെ നമ്മുടെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ ഒരേ സമസ്തയിലുള്ള ഇപ്പോഴും അതേ സംഘടനയിൽ തന്നെയുള്ള ആളുകളാണ്.
ആ പകര ബാപ്പുട്ടി മുസ്ലിയാർ എന്താ പറഞ്ഞത്? CM മടവൂര് അങ്ങനെ എന്താണ് രോഗം മാറ്റി കൊടുക്കാൻ ആ ഒരു കഴിവ് നേടിയെടുത്തിട്ടുണ്ട് എന്ന രൂപത്തിലാണ്. UK മജീദ് മുസ്ലിയാരെ വാദത്തിൽ പറഞ്ഞാൽ അങ്ങനെ നേടിയെടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ആദ്യമൊക്കെ പിന്നെന്താണ് അള്ളാഹുവെ രോഗം മാറ്റി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാറാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെയല്ല, അവർ അങ്ങ് പറയും, അതുപോലെ തന്നെ നടക്കും. അതായത് അങ്ങനെ ഒരു കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ട്. ആ നേടിയെടുത്ത കഴിവ് കൊണ്ട് അവരങ്ങനെ ചെയ്തു തരും, ചെയ്ത് കാണിക്കും, രോഗം മാറ്റി തരും എന്ന് തന്നെയാണ് വാദിച്ചത്. അതിന് എന്തെങ്കിലും പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്നോ ഇല്ലെ മറ്റു രൂപത്തിലോ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. നമുക്ക് സമസ്തക്കാർ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, അവരുടെ പുസ്തകങ്ങളിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒരു സഖാഫി തന്നെ വിശദീകരിക്കുമ്പോൾ പ്രശ്നമില്ല. ഞാനെടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരും. ഒരു സഖാഫി തന്നെ അതിനെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് നമുക്ക് പോകും. നോക്കൂ നിങ്ങൾ, ഇനി ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്തിഗാസ കൊണ്ട് വിവക്ഷിക്കുന്നത്, ഇസ്തിഗാസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് നമ്മൾ മലയാളത്തിൽ കേരളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കുറച്ച് ഗ്രന്ഥങ്ങൾ എങ്ങനെ വായിച്ചാൽ നമുക്ക് ഇപ്പോഴുണ്ടാകുന്ന ഈ വസ്വാസുകൾക്ക് കൃത്യമായി ആളുകൾക്ക് വിഷയങ്ങൾ തിരിയുമെന്നതുകൊണ്ട് ചില മലയാളത്തിലെ പുസ്തകങ്ങൾ ഞാൻ വായിക്കുകയാണ്. നമ്മൾ ആദ്യമായി ഈ വിഷയങ്ങളിൽ വല്ലാതെ വഹാബികൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ കുറച്ച് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് മാളിയക്കൽ സുലൈമാൻ സഖാഫി എഴുതിയിട്ടുള്ള ഇസ്തിഗാസ എന്ന പുസ്തകം. നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറി ആണല്ലോ അവര്. ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എന്താണ് ഇസ്തിഗാസ എന്ന് പരിചയപ്പെടുത്തുന്നത് കാണും. മരണപ്പെട്ടവരോ ജീവിച്ചിരിപ്പുള്ളവരോ ആയ മഹാത്മാക്കളോട് സഹായാർത്ഥന നടത്തുന്നതിനെ കുറിച്ചാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അപ്പൊ ആ മഹാത്മാക്കളോട് ചോദിക്കണം, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. മുഅ്ജിസത്ത് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന കഴിവ് തന്നെയാണെന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു. കറാമത്ത് വലിയന്റെ ഇഷ്ടാനുസരണം ഉണ്ടാകുമെന്നാണ് ഇബ്നു തൈമിയ്യ പോലും പറയുന്നത്. അപ്പം മരണപ്പെട്ടവരോ ജീവിച്ചിരിപ്പുള്ളവരോ ആയ മഹാത്മാക്കളോട് സഹായാർത്ഥന നടത്തുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. അപ്പൊ മഹാത്മാക്കളോട് ചോദിക്കാം. അതല്ലാതെ നമ്മൾ നേരത്തെ തവസ്സുലിന്റെ വിഷയം പറഞ്ഞ പോലെ എന്തല്ല അവരിടപെട്ട് അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരാൻ വേണ്ടി ചെയ്യുന്നതല്ല, മറിച്ച് മഹാത്മാക്കളോട് ചോദിക്കുക എന്ന് തന്നെയാണ് ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പ്രത്യേകം പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ആദ്യകാലത്ത് എഴുതപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് കുറച്ചുകൂടി വിശാലമായി എഴുതിയിട്ടുള്ള വഹാബിസം എന്ന് പറഞ്ഞ ഹംസക്കോയ ബാക്കവി മുന്നിയൂർ അവരെഴുതിയിട്ടുള്ള പുസ്തകം. ഈ പുസ്തകത്തിൽ ഇസ്തിഗാസ പരിചയപ്പെടുത്തുന്നിടത്ത് പ്രത്യേകം എടുത്തു പറയുന്നത് കാണും. ഇങ്ങനെയുള്ള സഹായം ചോദിക്കൽ രണ്ടു വിധമുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നേരിട്ട് സഹായം ചോദിക്കലാണ് അതിലൊന്ന്. അതാണ് നമ്മൾ പറയുന്ന ഇസ്തിഗാസ. രണ്ടാമത് അവർ പറയുന്നത് നേരത്തെ നമ്മൾ തശഫ്ഫുഅ് എന്ന് പ്രത്യേകം സുബ്കി ഇമാം പരിചയപ്പെടുത്തിയ മറ്റ് പല മലയാള പുസ്തകങ്ങളിലും പരിചയപ്പെടുത്തുന്ന സംഗതിയാണ്. അതായത് അള്ളാഹുവിനോട് കാര്യസാധ്യത്തിനായി ദുആ ഇരക്കുവാനും ഷഫാഅത്ത് ചെയ്യാനുമായി അവന്റെ അമ്പിയ ഔലിയ തുടങ്ങിയവരോട് പറയുക എന്നതാണ് മറ്റൊന്ന്. അപ്പോൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ആ ഒന്നാമത് പറഞ്ഞ മർമ്മം, അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നേരിട്ട് സഹായം ചോദിക്കുക. മറ്റത് തശഫ്ഫു ആണ്. നമ്മൾ പൊതുവിൽ പറയുന്ന സമയത്ത് തശഫ്ഫുവും തവസ്സുലും ഇസ്തിഗാസയൊക്കെ കൂട്ടിയിട്ട് ചിലപ്പോൾ പറയും. അതേസമയം ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് മഹാത്മാക്കളോട് നേരിട്ട് ചോദിക്കലാണ്. ഇത് നോക്കൂ നിങ്ങൾ. ഇനി നെല്ലിക്കുത്ത് ഉസ്താദ് അവരെ അഖീദത്തു സുന്നയിൽ ഇസ്തിഗാസയെ പരിചയപ്പെടുത്തുന്നിടത്ത് ഇസ്തിഗാസ എന്ന് പറഞ്ഞത് പ്രത്യേകം അതിന്റെ നിർവചനം പറയുന്നിടത്ത് നമുക്ക് വളരെ വ്യക്തമായി ഈ വിഷയം തിരിയും. ഇതിന്റെ 530 പേജിൽ നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നത് കാണും. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് മഹത്തുക്കളോട് അൽ ഇസ്തിഗാസത്തു തലബുൽ മഊന ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമ മിനൽ അംബിയാ വൽ ഔലിയാ. അംബിയ ഔലിയാക്കന്മാരിൽ നിന്ന് മുഅ്ജിസത്ത് കറാമത്ത് കാരണം കൊണ്ട് അവരിൽ നിന്ന് സഹായം തേടുക, ഇതാണ് ഇസ്തിഗാസ. രണ്ടാമത് ഈ തശഫ്ഫു പറയുന്ന ഔ തലബുൽ മഊനത്തി ബിസബബി ദുആഇഹിം വ ശഫാഅത്തിഹിം. അവരുടെ ദുആ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡ് കൊണ്ട് സഹായം തേടുക. വയുസമ്മ ഇസ്തിശ്ഫാൻ, അതിന് ഇസ്തിശ്ഫാ എന്ന പേര് പറയുമ്പോൾ തവസ്സുല് തശഫ്ഫുഅ് ഇസ്തിഗാസ എന്ന് നമ്മൾ പറയുമ്പോൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മഹാന്മാരോട് നേരിട്ട് സഹായം ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇത് മലയാളത്തിൽ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് നമ്മുടെ കൊളത്തൂര് അലവി സഖാഫി അവരെ തവസ്സുൽ ഇസ്തിഗാസ ചരിത്രത്തോട് നേർക്കുനേർ എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിന്റെ 11 പേജിൽ തന്നെ കാണാം വളരെ കൃത്യമായി നെല്ലിക്കുത്ത് ഉസ്താദൊക്കെ പറഞ്ഞ പോലെ
അത് മൂന്നാക്കി തന്നെ വിശദീകരിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന മഹാത്മാക്കൾ, മഹത് വസ്തുക്കൾ, മഹൽ കാര്യങ്ങൾ എന്നിവയെ മധ്യവർത്തികളാക്കി ചോദിക്കുന്നതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഹക്ക് കൊണ്ട്, അല്ല ഞാൻ ഈ ചെയ്ത സദഖയുടെ ഹക്ക് കൊണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ മധ്യവർത്തികളാക്കി ചോദിക്കുന്നതിന് തവസ്സുൽ എന്ന് പറയുന്നു. ഒന്ന്. രണ്ട്, അള്ളാഹു നൽകുന്ന കഴിവുകൾ കൊണ്ട് മഹാത്മാക്കൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് മഹാത്മാക്കളാണ് നമ്മളെ സഹായിക്കുന്നത്, അവർ സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. മൂന്നാമത് നോക്ക്, ഉദ്ദേശ്യങ്ങൾ സാധിച്ചു കിട്ടാനായി അള്ളാഹുവിലേക്ക് അവന്റെ ഇഷ്ടദാസന്മാരെ ശുപാർശകരാക്കുന്നതിന് തശഫ്ഫുഅ്, ഇസ്തിശ്ഫാഅ് എന്ന് പറയുന്നു. കണ്ടോ, വളരെ കൃത്യമായി മൂന്നായി തന്നെ നമ്മളെ തവസ്സുൽ ഇസ്തിഗാസ ചരിത്രത്തോട് നേർക്കുനേർ എന്ന പുസ്തകത്തിൽ കൊളത്തൂർ അലവി സഖാഫി കൃത്യമായി അത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോ ഈ മർമ്മമായ ഇസ്തിഗാസ, വഹാബികൾ ഏറ്റവും കൂടുതൽ നമ്മളോട് സംവാദം നടത്തിയിട്ടുള്ള, ഗണ്ണനമണ്ണങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഇസ്തിഗാസയെ കുറിച്ച് വളരെ കൃത്യമായി സുന്നികളായ സാധാരണക്കാരായ നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. മഹത്തുക്കളോട് നേരിട്ട് ചോദിക്കൽ തന്നെയാണ് ഇസ്തിഗാസ. ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ എൻ്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് തുടങ്ങി നമ്മൾ നേരിട്ട് ചോദിക്കുന്നതാണ് ഇസ്തിഗാസ. സഹോദരങ്ങളെ, മനസ്സിലായല്ലോ? അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ എന്താണ് സമസ്തക്കാർ ഈ കാലം അത്രയും ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചത്, എന്താണ് അവർ എഴുതിയത്, എന്താണ് അവർ പറഞ്ഞത് എന്നൊക്കെ ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ സമസ്തക്കുള്ളിൽ ഭിന്നത അതിരൂക്ഷമാണ്. ഇസ്തിഗാസ വിഷയത്തിൽ സമസ്തക്കുള്ളിൽ ഭിന്നത അതിരൂക്ഷമാണ്. ഏതാണ്ട് പിളർപ്പിലേക്ക് തന്നെയാണ് സമസ്തക്കാരുള്ളത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് പറയാനുള്ളത്, ഇങ്ങനെ വെറുതെ മെഴുകി നിങ്ങളുടെ സമയം കളരുത് എന്നാണ്. നിങ്ങൾ ഈ പറയുന്ന വാദം ഇപ്പോൾ സമസ്തക്കാരുടെ വാദമായി ഇപ്പൊ ഈ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ, പകരം വാപ്പൂട്ടി മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ്, അനിസ്ലാമികപരമായ ആശയമാണ്, പച്ച ഷിർക്കും കുഫറും കലർന്ന വിശ്വാസമാണ് സമസ്ത മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞു വെക്കുന്നത്. അതിനർത്ഥം സമസ്തക്കാരൊക്കെ മുശ്രിക്കാണ്, കാഫറാണ് എന്നല്ല. പക്ഷെ നിങ്ങൾ ഈ വെച്ച് പുലർത്തുന്ന ആദർശം, വിശ്വാസം, അതിലൊക്കെ ഷിർക്കും കുഫറും കലർന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പടിയിറങ്ങുക, ആ വാദങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന വാദം പൂർണ്ണമായി ശരിയാണ് എന്നല്ല. പക്ഷെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞല്ലോ, അള്ളാഹു അല്ലാതെ ഒരു മഹ്ലൂക്കിന് നമുക്ക് രോഗം മാറ്റിത്തരാൻ പറ്റില്ല. അങ്ങനെ ഒരു കഴിവ് ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കഴിവും ആർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത കഴിവല്ല. ഈ കറാമത്ത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് ബഹുമാന്യനായ പണ്ഡിതൻ ഫൈസൽ മൗലവി വിശദീകരിക്കുന്ന ഒരു വിശദീകരണം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. വീഡിയോ ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ടാണ്. അത് നിങ്ങളൊന്ന് കാണുക, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്ധമായി സംഘടനാ വിദ്വേഷം വെച്ചോ ഇല്ല സംഘടനാവാദി ആയിക്കൊണ്ടോ നമ്മൾ മുമ്പോട്ട് പോകരുത്. പ്രാമാണികമായി നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത് അതാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.